Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 soap. ഡിജോചേട്ടൻ്റെ ക്യൂവിനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഒരു ടീനേജേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാളികൾ സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. അപ്പം നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു അല്ലടാ? അതാ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമാണ്. ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അതുകൂടാതെ അല്പം കാര്യവുമുള്ള സിനിമ. അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് അതങ്ങനെ നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. ഡിജോ ബ്രോ ഇവിടെ ഇങ്ങോട്ട് പോകും. രണ്ട് ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പം ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ അതോ ഷാരിസ് ബ്രോയോടുള്ള കോൺഫിഡൻസിൽ കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തു. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ് ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോള് നമുക്ക് കണക്റ്റ് ആകുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ സൗഹൃദമല്ല ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ടുള്ള സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യേണ്ട കാര്യം. അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവന് തന്നെ അറിയാം ചിലത് നിനക്ക് വർക്കായില്ലല്ലേ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ നമ്മൾ ബന്ധം അതാണ്. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ രണ്ടെണ്ണം ചെയ്തത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പോൾ നമ്മൾ ക്യൂയിലെ ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ. നെക്സ്റ്റ് മൂവി ജനഗണമനയിലും പ്രൊഫസർ. അപ്പോൾ അതിലിപ്പോൾ കള്ളനും കൊള്ളക്കാരനും ബോംബുരും ഒക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തിരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്? അല്ല, അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഇല്ല, അതവിടെ ഒരാൾ ഒന്നുമില്ല. ശരി, ഇല്ല ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രോമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, സിമ്പിൾ. വേറെ ഷാരിസ് ഇവിടെ ലെഫ്റ്റ്. ഈ ഒരു കലാകാരൻ അവൻ്റെ സൃഷ്ടിയിൽ അയാളുടെ പൊളിറ്റിക്സ് പറയാറുണ്ട്, രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇപ്പം ജനഗണമന നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷാരിസിൻ്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ കൈഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയുടെ ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാലും അതിൻ്റെ അകത്തൊരു ഫ്ലാഗിൻ്റെ ഒരു കളർ ടോണൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഷാരിസ് ഇതിലും രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുന്ന, നമ്മൾ പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയാകുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു സാധാരണ മലയാളിയുടെ, ഡിജോ പറഞ്ഞ പോലെ തന്നെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. അവൻ്റെ പ്രണയമുണ്ട്, അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ സുഹൃത്തുണ്ട്, നാടുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ്റെ പ്രതിസന്ധിയുണ്ട്, അവൻ്റെ തരണം ചെയ്യലുണ്ട്, സർവൈവലുണ്ട്. അതൊക്കെ ചേർത്താണത്. ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി നമ്മളല്ലേ ഉള്ളൂ ഇവിടെ, നമുക്ക് പറയാമല്ലോ. നമ്മൾ മലയാളി പത്രം വായിക്കുന്നവരാണ്, മലയാളി വനിതയും വായിക്കുന്നവരാണ്, അവൻ കളിക്കുടുക്കയും വായിക്കുന്നവനാണ്, അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവനാണ്. അപ്പം മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്ത ഒരുത്തനാണ് മലയാളി. അപ്പം അവൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയാളികളെ ഇതാണ് മലയാളി എന്ന് പറഞ്ഞെടുത്ത് വെക്കാൻ പറ്റുന്ന സിനിമയോ, മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയോ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ട്രൈറ്റ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയൊക്കെ
ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളുടെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ഇതെന്താണ്, ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളിത്തമുള്ളൊരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അവനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമയിൽ പിന്നെ എനിക്കും ഡിജോക്കും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോൻ്റെ ഫേസ് വന്നു. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ് വടക്കൻ സെൽഫിയിൽ ഉമേഷും. ഞങ്ങളുടെ ജനറേഷനായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ് നിവിൻ ബ്രോൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിവിൻ ബ്രോയിൽ വന്നു. ഇതിന് ഉത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിലൂടെ ആഡ് ചെയ്യുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണേന്ന് ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജനഗണമനെ കുറിച്ച് ഞങ്ങളത് പറയില്ല, കണക്റ്റ് ആവണേ എന്നുള്ളത്. കണക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥനയാണ് സിനിമ. അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവുക, ഒരു സിനിമയും കണ്ട് പ്രബുദ്ധരാവുക, അതില്ല. നമുക്ക് കണക്റ്റ് ആയാൽ ഓക്കെയാണ്, വി ആർ റെഡി. ഇപ്പം നമുക്കറിയാം നിവിനും ചേട്ടനും ഉണ്ട്, അതുപോലെ തന്നെ ധ്യാനും ഉണ്ട്. അപ്പോൾ മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മുണ്ട്, ഷർട്ട്, റൈബൻ ഗ്ലാസ്, നമ്മുടെ കൂട്ടുകെട്ട്. അപ്പോൾ അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പോൾ ഇവരുടെ കോംബോ ആദ്യമായിട്ടാണ്. അല്ല, എല്ലാം നീ പറഞ്ഞില്ല. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കടമെടുക്കാൻ പോകുന്ന ഓരോ വാക്ക് അത് നിനക്ക് കണക്റ്റ് ആയിട്ടുള്ളതാണ്. കൂട്ടുകെട്ട്, സൗഹൃദം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം, അഹങ്കാരം, ഇതെല്ലാം നമ്മളുടെ വികാരമല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നു. സൗഹൃദം മാത്രമല്ല, എല്ലാം ഉണ്ട്. ചെറിയ വികൃതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകുതി പ്രായമുള്ള പെണ്ണിൻ്റെ പുറകെ നടക്കില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലാം അടങ്ങുന്ന കുറേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അയാളും അയാളുടെ സുഹൃത്തായ മൽഘോഷും. സുഷിൻ ശ്യാം എല്ലാം ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവരാൻ എന്താ കാരണം? അത് ബേസിക്കലി ജെയ്ക്സ് ബിജോയിനെ കൊണ്ടുവന്നൊന്നുമല്ല. അദ്ദേഹം, ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്ക്സ് ആയിരുന്നു. അപ്പം എൻ്റെ ആ സമയം മുതലേ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ച് നടന്ന ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ്, വിനീതേട്ടനെ പാടിപ്പിക്കുകയോ ചെയ്തത്. അപ്പോൾ ജെയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി. അപ്പോൾ അതിനുശേഷം ജെയ്ക്സ് തന്നെയാണ് ക്വീൻ ചെയ്തത്, ജനഗണമനയും ഈ പറഞ്ഞ പോലെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നുണ്ട്, എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സുഷിനെ എനിക്ക് ഭയങ്കര, നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് അല്ലേ സുഷിൻ്റെ വർക്ക്, ഇപ്പോൾ മഞ്ഞുമേലിലൊക്കെ. അപ്പോൾ ജെയ്ക്സും ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അത് തന്നെയല്ലേ. പക്ഷേ ആസ് എ സിനിമ വരുമ്പോൾ ഞാനും ജെയ്ക്സും കുറച്ചും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസറായാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാഷ് റിലീസിന് ഒന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത്. നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പോൾ എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.